ഇച്ചിരി പോയിട്ട് പൈസയും കൊണ്ട് വന്നപ്പോ എന്റെ പറയുക കണ്ടെന്റെ 4 വയസ്സുള്ള കുഞ്ഞ് സമ്പാദിച്ചോണ്ട് വന്നത്. എനിക്കുണ്ടായിരുന്നു മക്കള്. ഞാൻ ബാക്കിയൊക്കെ മറന്നു പോകുന്നുണ്ട്. ശാലയില്ല, മക്കൾ ഓർമ്മയുള്ള പറഞ്ഞാ മതി. സമ്പാദിച്ചോണ്ട് വരുന്നുണ്ട്. അങ്ങോട്ട് എനിക്കുണ്ടായിരുന്നു മക്കള്. 4 വയസ്സ് വരെ ഞാൻ അങ്ങോട്ട് കൊടുക്കുവാണ് പൈസ. പിന്നെ ഞാൻ ഒരു ഇച്ചിരി പോയിട്ട് എന്റെ അമ്മ മേക്കപ്പ് ആണ് വന്നില്ലേ, അതുകൊണ്ട് എന്റെ അമ്മയ്ക്ക് എന്നോട് ഭയങ്കര കലിപ്പാ. അപ്പൊ ഞാൻ ഒരു ദിവസം എന്റെ അമ്മയുടെ അലമാരി തുറന്നു നോക്കിയപ്പോ ലേഡീസ് കൂട്ടി സാധനം ഇരിപ്പുണ്ട്. അപ്പൊ ഞാനൊരു ലിപ്സ്റ്റിക് എടുത്ത് ചുണ്ടത്തിട്ടു. അപ്പൊ നാടുവല്ലിട്ട് തുള്ളിക്കൊണ്ട് വന്ന് എന്റെ അമ്മ പറഞ്ഞു, ആമി നീയാണ് ലിപ്സ്റ്റിക്ക് ഓടിച്ചേ, ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്തെടുത്ത ലിപ്സ്റ്റിക്ക് നിനക്കാണെങ്കിൽ നീ ജോലി ചെയ്തെടുക്കണമെന്ന് പറഞ്ഞു. അപ്പഴേ ഞാനേക്ക് പറ്റിയ ജോലി ആലോചിച്ച് നോക്കി. ഐഡിയ, ഞാൻ LKG-യിലല്ലേ പഠിക്കുന്നത്. അപ്പൊ പ്ലേ സ്കൂളിലെ പിള്ളേർക്ക് ട്യൂഷൻ വെക്കാം. അത് നല്ല ഐഡിയ അല്ലേ മഞ്ജു ചേച്ചി? പക്ഷെ എനിക്ക് അക്ഷരം അറിയത്തില്ല. ഞാനങ്ങ് വിഷമിക്കുമ്പോ എനിക്ക് എന്തെങ്കിലും ബിരിയാണിയോ പിസയോ എങ്ങാനും കഴിക്കണം, ഇതിലും എങ്ങാനും കഴിക്കണം. അപ്പൊ ഞാൻ എന്റെ അച്ഛനെ സോപ്പിട്ട് ലുലുമാലി പോയി. ലുലുമാലിന്ന് കഴിച്ചിട്ട് വന്നപ്പോ ഒരു ആന്റിയോ അങ്കിളും അറബികളാണ് വന്ന് എന്നോട് പറഞ്ഞു, മാൻവിക്കുട്ടി ഇച്ചിരി കണ്ടെന്ന് സൂപ്പർ ആണെന്ന്. പിന്നെ ഞങ്ങളുടെ കൂടെ ഫോട്ടോ എടുക്കാവോ ചോദിച്ചു. കല്ലുവല്ലേ അങ്ങനെ ഞാൻ ഫോട്ടോ എടുത്തു. അപ്പൊ അല്ലുകുഞ്ഞിനെ കൊണ്ടുവരാനോ എന്നിട്ട് എന്റെയും ചോദിച്ചു. വീട്ടിലാന്ന് പറഞ്ഞു. പാർക്കിലും സ്കൂളിലും ലിഫ്റ്റ് വരെ എല്ലാരും പറയുക മാൻവിക്കുട്ടി ഇരിച്ചിരി കണ്ടായിരുന്നു സൂപ്പർ ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇച്ചിരി അങ്ങ് സ്ഥിരമാക്കിയാലോ. അപ്പൊ എല്ലാരും കാര്യം ചെയ്യും. മഞ്ജു ചേച്ചി പറയുന്ന സിനിമയിലും പോവാ, ബമ്പറായി ചാടുവായി. ബമ്പർ അയക്കാൻ തോന്നില്ല. ബമ്പർ അയക്കണമെങ്കിൽ നസീറിക്ക് ഇക്ലി വരുവാൻ. കഴിഞ്ഞ തീർന്ന അമ്പടാ.